Hi friends, I'm Dakshavijin. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത് നല്ല വെള്ളത്തിലോട്ട് മാറ്റണം. അപ്പോഴാണ് കണ്ടത് ഇതില് കുറച്ച് ചെറിയ ചെറിയ ലീക്കേജ്. അപ്പം ഞങ്ങൾ സിമെന്റ് ഇട്ടിട്ട് അതൊക്കെ മാറ്റി. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മീനുകൾ ഇടാൻ പറ്റുള്ളൂ. കണ്ടോ, ഫുൾ വെള്ളം വറ്റിച്ചു. ഇതിൽ മീൻ പിടിക്കുന്നതും വറ്റിക്കുന്നതും വീഡിയോ ഞാൻ പണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം ഈ വെള്ളം ഈ മീനിനെയൊക്കെ പിടിച്ചിടാൻ. ഇനി ഈ സിമെന്റ് ഒക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് മീനിനെ പിടിച്ചിടണം. തൽക്കാലത്തേക്ക് മുറ്റത്തുള്ള ഫിഷ് ടാങ്ക് നമുക്ക് റെഡി ആവുന്ന വരെ ഈ വലിയ മീനിനെ നമുക്ക് മുകളിലത്തെ ചെറിയ മീനിന്റെ കൂടെ ഇടാം. ബാക്കി മീനൊക്കെ ഇതിനകത്തുണ്ടല്ലേ. ഇതൊക്കെ ഇതിനകത്തില്ല. കുറച്ച് ദിവസം ഇതിനകത്ത് നിന്നിട്ട് ആ ടാങ്കിന്റെ അകത്തുള്ള സിമെന്റ് ഒക്കെ ഒന്ന് പോയതിന് ശേഷം അല്ലേ, സിമെന്റ് ഒക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു കൂടി തിരിച്ചിടാം. പിടിച്ചിട്ട് ഇത് പേടി. അധികം വെള്ളമില്ല, ചീത്ത വെള്ളം. ഇതെന്താ വരാത്തത്? വരും, അങ്ങനെ ആക്കല്ലേ, വെള്ളം പുറത്തേക്കല്ലേ. വെള്ളം നിറക്കട്ടെ. ഓക്കെ, ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. അതിൽ പുറത്തേക്ക് പുഷ് ചെയ്താൽ മതി മീനെ മാത്രം. പുഷ് ചെയ്ത് എൻ്റെ അകത്തേക്ക് തന്നെ പേടിച്ചിട്ടാ പോയില്ലേ. അതേപോലെ ഓരോന്നിനും അങ്ങോട്ടാക്ക്. ഈ സൈഡിലോട്ട് വരുന്നില്ല. പറ്റും ഇതിനൊക്കെ. ഇതാണ് ഏറ്റവും വലുത് അല്ലേ. എനിക്ക് രണ്ടെണ്ണത്തിന് ഇത് വലുതായോണ്ട് പേടിയാവുക. ഒന്നും ചെയ്യില്ല. ഇതെങ്ങനെയാ വെള്ളത്തിൽ പോകാൻ വേണ്ടി പൊതിച്ചു വെക്കി, താഴ്ത്തി വെക്കി, താഴ്ത്തി വെക്കി. കാർപ്പാണ് താത്ത് കൈ. തൽക്കാലത്ത് ഇതിനൊക്കെ ഇതിനകത്തേക്ക് മാറ്റിട്ട് മരം മാറ്റി മരം മാറ്റിയ ഒരു 2 ദിവസം ടാങ്കിൻ്റെ അകത്തുള്ള സിമെന്റ് മാറുന്ന വരെ നമുക്ക് ഇതിൻ്റെ തന്നെ ഇടാം അല്ലേ. അത്യാവശ്യം വലിപ്പമുണ്ട് കാർപ്പ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിലുണ്ട്. അതിനകത്ത് ഇതിനിടുന്നതും ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ഇതുണ്ട്, ചെറിയൊരു ഫ്രിഡ്ജിൻ്റെ ടാങ്ക് കണ്ടത്. അപ്പം അതിനകത്ത് കുറേ മക്കളുണ്ട്. ബ്ലാക്ക് മോളിയും വൈറ്റ് മോളിൻ്റെ ഒക്കെ കുറേ യെല്ലോ മോളിൻ്റെ ഒക്കെ നല്ല രസമാണ്. ഇത് ചെറിയ കുട്ടികളാണ്. വലുതായിട്ട് വലിയ ടാങ്കിലേക്ക് മാറ്റാൻ കൊണ്ട് ടാങ്കിൽ വെള്ളം വെച്ചിക്കാൻ അയക്കുന്നല്ലേ. കേൾക്കുന്നില്ലേ ഒരുപാട് കിളികളുടെ ശബ്ദം? നല്ല രസമാണ് കേൾക്കാൻ. നാട്ടിലാവുമ്പോ വീടിന്റെ അടുത്ത് കുറെ കിളികളുണ്ടാവും. ഇപ്പൊ ഫിഷിനിട്ട ഫ്രിഡ്ജ് ബോക്സ് ഒരു എമർജൻസി സെറ്റപ്പാ. ടാങ്ക് ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം അതിന്റെ അടുത്ത് തന്നെ മാറ്റും.
വലിയ മീനുകളുടെ ഫുഡ് താഴെ ആയതുകൊണ്ട് ചെറിയ മീനുകളുടെ ഫുഡ് കൊടുക്കാൻ വലുതിന്. ഇതിപ്പം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതിനപ്പം വെള്ളം ഇളക്കി പുതിയ വെള്ളത്തിലേക്ക് മാറ്റിയതുകൊണ്ട് കഴിക്കില്ല. നമ്മളൊക്കെ പോയതിന് ശേഷം മാത്രമേ ഇവർ ഇതെടുത്ത് കഴിക്കുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. Friends, those who are not subscribed my channel, please subscribe and share, and please press the bell button to get all the notifications of my new videos.